സാധാരണ ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് സ്വാമിയായി മാറിയതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സിദ്ധൻ വീട്ടിൽ മണിയൻ. വീടിന് സമീപം ഒരു ക്ഷേത്രം സ്ഥാപിച്ച് പൂജകൾ തുടങ്ങിയതോടെ ഗോപൻ സ്വാമി എന്ന വിളിപ്പേര്. ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ പുറത്തു വരുന്നത് സംശയം ജനിപ്പിക്കുന്ന ഒട്ടേറെ കഥകളാണ്. ഗോപൻ സ്വാമി ധ്യാനത്തിലിരിക്കുമ്പോൾ സമാധിയായി, പിന്നീട് ആത്മാവ് കൈലാസത്തിലേക്ക് പോകുന്നത് കണ്ടു എന്ന കുടുംബത്തിൻ്റെ വാദം വിശ്വസനീയമാണോ? നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് സ്വാമിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി സ്ഥലം പൊളിച്ചു നീക്കി പരിശോധന നടത്താൻ പോലീസ് നീക്കം തുടങ്ങിയതോടെ നാടകീയ രംഗങ്ങൾ. ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ കളക്ടറും വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങളുടെ തുടക്കം. സമാധി സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കുടുംബാംഗങ്ങൾ. സമീപത്ത് അവർക്ക് പിന്തുണയുമായി ഹൈന്ദവ സംഘടനകൾ കൂടി എത്തിയതോടെ സംഘർഷ സാധ്യതയേറി. പിന്നാലെ സബ് കളക്ടർ കുടുംബാംഗങ്ങളുമായും പ്രതിഷേധക്കാരുമായും ചർച്ച നടത്തി. ഇതോടെ മണിക്കൂറുകൾ നീണ്ട സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നു. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സമാധാന ചർച്ച. വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും സമാധി സ്ഥലം പൊളിച്ചു പരിശോധിക്കുമെന്നും സബ് കളക്ടർ. സാഹചര്യം കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. കല്ലറ എപ്പോൾ പൊളിക്കണമെന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും. മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാഭാവികത നീക്കാൻ മാത്രമാണ് നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും സബ് കളക്ടർ അറിയിച്ചു. മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധി ഇരുത്തണമെന്നും ഗോപൻ സ്വാമി നിർദ്ദേശം നൽകിയിരുന്നതായാണ് മക്കളുടെ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം.